ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കൊല്ലത്ത് നിന്നും വർക്കലയിലേക്ക് തീരദേശ റോഡ് വഴി പോകുന്ന ഒരു വ്ളോഗാണ്, ഒരു കുട്ടി വ്ളോഗാണ്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പ്ലാൻസ് ഒന്നുമില്ല, ഏതെങ്കിലും ഹോട്ടലിൽ കയറാനോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തീരദേശം വഴി മനോഹരമായ കടലും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഹൈവേ കൂടെ പോകുന്നതിനെക്കാട്ടി സുഖം തീരദേശമാണ്. പക്ഷെ ഒരു ഡെയിലി ബേസിസിൽ ഇതുവഴി പോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാര്യം, ഒന്നാമത്തെ കാര്യം ഉപ്പ് കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. ഉപ്പ് കാറ്റ് അടിക്കുമ്പം ഈ പറയുന്ന കൂട്ട് ഞാൻ ഒരിക്കലും ബൈക്കിലായിരുന്നു ഇതുവഴി സ്ഥിരം ഒരു മാസത്തോളം സ്ഥിരം ഇതുവഴി ബൈക്കിൽ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ എൻ്റെ ബൈക്ക് തുരുമ്പിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മൾ റിസ്ക് എടുക്കുന്നത് ശരിയല്ല. പിന്നെ എൻ്റെ കൂടെ വല്ലപ്പോഴും രാവിലെയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈവനിങ്, ഒരുപാട് രാത്രി ആവാതെ ഒരു ഈവനിങ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴിയുള്ള യാത്ര മനോഹരമാണ്. പരവൂര് കയാക്കിംഗ് ഉണ്ട്, അതൊന്ന് എടുത്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പൊ ഈവൻ ഞാൻ കയാക്കിംഗ് എടുത്താലും വീഡിയോ എടുക്കാൻ ആരും ഇല്ലല്ലോ. റോഡ് വലിയ കുഴപ്പമില്ലാതെ കിടക്കുകയാണ്. ഈ സ്ഥലത്തൊക്കെ ഒരു സമയം വരെ ഫുള്ള് ഗട്ടറും കുഴിയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നല്ല മാറ്റമുണ്ട്. ഇവിടെ വള്ളങ്ങളൊക്കെ വന്ന് അടുക്കുന്ന ഒരു സമയമാണ് ഈ രാവിലെ. ഈ ഇതില്ലേ, എന്റെ പേര് വായിക്കാൻ പറ്റില്ല, സിസ്കി എക്കോ സ്പോർട്സ്, അത് ഒരു കയാക്കിങ്ങിന്റെ സംഭവമാണ്. റോഡ് ചില ഭാഗത്തേ ഉള്ളു കേട്ടോ വൃത്തിയായിട്ട് കിടക്കുന്നത്. ഇവിടെയൊക്കെ നല്ല കുഴിയും കാര്യങ്ങളും ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈവേയിൽ ഇത്രയും റോഡ് പണി നടക്കുന്നത് കൊണ്ട് ശരിക്കും അതുവഴിയുള്ള പൊടിയും കാറ്റും അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ പോകുന്നതിനെക്കാട്ടി നല്ലത് ഇതുവഴി തന്നെ പോകുന്നതാണ്. നമ്മള് ഏകദേശം ഇപ്പം താന്നി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീരദേശ റോഡ് എനിക്ക് തോന്നുന്നു വർക്കല എത്തിയിട്ട് വർക്കലയിൽ നിന്ന് പിന്നെയും ഉണ്ട്. വർക്കലയിൽ നിന്ന് നേരെ കഴക്കൂട്ടം വരെയും ഈ ഒരു തീരദേശം വഴി പോവാം. മറ്റേ VSSCയുടെ അടുത്തൂടെ ചെന്ന് കഴക്കൂട്ടത്ത് കയറുന്ന രീതിയിൽ പോവാം. വലിയ യാത്രാ ബുദ്ധിമുട്ടുകളില്ല, വണ്ടികൾ കുറവാണല്ലോ. പിന്നെ ഈ റോഡ് മോശമായി കിടക്കുന്നു എന്നൊരു ഫാക്ടറേ ഉള്ളൂ. പക്ഷെ ഈ റോഡൊന്ന് വൃത്തിയാക്കിയാൽ ഒരുപക്ഷെ വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ തീരദേശ ഹൈവേ വഴി ഇപ്പൊ പാറശാലയിൽ നിന്നോ മറ്റോ, തിരുവനന്തപുരത്ത് നിന്നാണ്, പാറശാലയിൽ നിന്നാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇത് KSRTC ബസ്സുണ്ട് കരുനാഗപ്പള്ളിക്ക്. അത് ഒരു നല്ല സംരംഭമായിട്ടാണ് തോന്നുന്നത്. ഇതിങ്ങനെ വരുന്ന വഴിക്കാണ് ഇവിടെ വള്ളങ്ങൾ വന്ന് അടുക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് ഇത്രയൊന്നും വള്ളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് കുറച്ച് കിടിലമായിട്ടുണ്ട്. കിടിലം ഇൻ ദ സെൻസ് രാവിലെ നല്ല പച്ച മീൻ കിട്ടും, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ഈ റോഡ് ഇവിടെയൊക്കെ ഇത്രയും കുഴികൾ ഉണ്ടായിട്ട് അതൊന്ന് ശരിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം, ടൂറിസ്റ്റുകളും എല്ലാം വരുന്ന, ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബീച്ചാണ് വർക്കല ബീച്ച്. അപ്പൊ അവർക്ക് തീരദേശം വഴിയുള്ള ഒരു യാത്ര കിടലമായിരിക്കുമല്ലോ. ഇവിടെ നോക്ക്, നല്ല തിരക്കാണ് രാവിലെ. ഇപ്പൊ സമയം 8:46 ആയതേ ഉള്ളൂ. സൈഡിൽ മീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളം കുറച്ച് ഒരു ചെറിയ സ്പിൽവേ പോലെ ഉണ്ട്. മനോഹരമായ വ്യൂ ആണ്. തീരദേശം വന്നു കഴിഞ്ഞാൽ ശരിക്കും കാഴ്ചകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. അടിപൊളി ലൊക്കേഷൻസ്, കാര്യങ്ങള്, കടല്. പക്ഷെ നട്ടുച്ചക്കൊക്കെ വന്നാൽ ഇത്തിരി ടൈറ്റ് ആയി പോകും കേട്ടോ. നമ്മുടെ ഫോറിനേഴ്സ് ഒക്കെ അവിടെ നിൽക്കുന്നു, കണ്ടല്ലോ. ഇത് ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സീസൺ കഴിയാറായി. എങ്കിലും കുറെ പേരൊക്കെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ശരിക്കും കോവിഡ് വന്നിട്ട് ഈ ക്ലിഫ് മേഖലയൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയതായിരുന്നു. ഇപ്പൊ വീണ്ടും ആക്റ്റീവായി വരുന്നുണ്ട്. നമ്മള് കാപ്പിൽ ബീച്ച് സൈഡിലെത്തി. ഇവിടെ മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്. കാര്യം, വണ്ടിക്ക് പാർക്ക് ചെയ്യാനായാലും ഫൺ സോണുകളുണ്ട് ലെഫ്റ്റ് സൈഡില്.
അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനാണ് ഇത്. ഇടത്തെ സൈഡിൽ കായലും വലത്തെ സൈഡിൽ, അതായത് കിഴക്കേ സൈഡിൽ കായലും പടിഞ്ഞാറേ സൈഡിൽ കടലുമാണ്. അതിന്റെ ഇടയ്ക്കൂടുള്ള ഒരു ചെറിയ റോഡിൽ കൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഏരിയൽ ഷോട്ട്സ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നല്ല രസമാണ് ഇവിടെ. ഈ ബീച്ചും വളരെ ഫേമസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കയാക്കിങ്ങിന്റെ ചെറിയ സംരംഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു പരവൂര് മാത്രമേ ഇപ്പൊ കയാക്കിങ് ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ പരവൂര് കയാക്കിങ് ഒരു മുതൽക്കൂട്ടായിരിക്കും കേട്ടോ. ആ മാംഗ്രോവ് ഈ കണ്ടൽ കാടുകൾക്കിടയിലൂടെയൊക്കെ പോകാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോയി തുഴയുകയും ചെയ്യണം, എന്നാ ഈ പറയുന്ന കൂട്ട് വീഡിയോ എടുക്കാനും പറ്റില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഗുണമില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ അടുത്ത റോഡിലേക്ക് കയറി. അടുത്ത കാപ്പിൽ ബീച്ച് കഴിഞ്ഞു. ഇനി നേരെ വർക്കലയാണ്. വർക്കല ക്ലിഫിൽ നമുക്കൊന്ന് പോവാം. പക്ഷെ ക്ലിഫ് ഈ സമയത്ത് ക്ലിഫ് ഉറങ്ങുന്ന സമയമാണ്. ഒരു വൈകിട്ട് സമയത്താണ് ക്ലിഫ് വീണ്ടും ഉണരുക. അങ്ങനെ അതിന്റെ കുറച്ച് കാഴ്ചകളൂടെ കാണാം. അങ്ങനെ നമ്മൾ ഇടവയിൽ നിന്ന് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നെറ്റിൽ നോക്കിയപ്പം ഇവിടെ ഒരു സീബ്ര ഹോസ്റ്റൽ കണ്ടു. നമുക്ക് അതൊന്ന് വിസിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കി എങ്ങനെയുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് അഞ്ചുമുക്കെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇത് ഒറ്റ റോഡ് തന്നെ വർക്കല ബീച്ചിലേക്ക് ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ബീച്ചിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ റൂട്ടിൽ ക്ലിഫ് വരുന്നത്. ക്ലിഫ് നമ്മൾ റൈറ്റിലേക്ക് പോകും. ഞാൻ ഈ സീബ്ര ഹോസ്റ്റൽ കുറെ പേര് 2-3 പേരൊക്കെ വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ശാന്തമായ സ്ഥലമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് ഒരുപാട് പൈസ ഉണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കാശ് നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടായിരിക്കത്തില്ലല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശാന്തമായ ഒരു ഏരിയ വേണം, നല്ലൊരു ആംബിയൻസ് വേണം, എന്നാലും നമ്മുടെ പോക്കറ്റ് കീറാനും പാടില്ല. അങ്ങനെ ഒരു ലൊക്കേഷനാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് കാണുന്നവർക്കും എനിക്ക് മനസ്സിലാക്കാമല്ലോ. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. ഇതിനെ പറ്റി ഇങ്ങനെ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ബ്ലോഗുകൾ ഓരോ എന്താ പറയുന്ന ഫോറിനേഴ്സ് എഴുതുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്തായാലും നോക്കാല്ലേ. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമ്മുടെ ക്ലിഫ്. നമ്മുടെ സീബ്ര ഹോസ്റ്റലും ഏകദേശം അതിന്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ വലിയ വണ്ടികൾ കയറാതിരിക്കാനാണ് എല്ലാം അടച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ലിഫിലേക്കുള്ള വഴി കയറി. ഇവിടെ നിന്ന് കുറച്ച് പോയി, അതായത് ഇവിടുന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ 100 മീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത്. ഞാൻ ഇതുവരെ ഇവിടുന്ന് റൈറ്റ് പോയിട്ടില്ല കേട്ടോ. ക്ലിഫ് ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. ഇവിടുന്ന് റൈറ്റ് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. കാർ പോവായിരിക്കുമല്ലേ അല്ലേ. ഇവിടെ തൊട്ടടുത്താകുമ്പോ കൊള്ളാം കേട്ടോ. ഇവിടുന്ന് ക്ലിഫ് അധികം ദൂരമൊന്നുമില്ല. നമുക്ക് നോക്കാം. ഇതാണ് സീബ്ര ഹോസ്റ്റൽ. വളരെ ശാന്തമായിട്ടുള്ള ഏരിയ പറഞ്ഞില്ലേ, വളരെ അടിപൊളിയായിട്ടുള്ള അന്തരീക്ഷമാണ്. ജസ്റ്റ് ടെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് ഇവിടെ ചായയൊക്കെ കുടിക്കാനൊരു ടേബിള് ഇട്ടിട്ടുണ്ട്. സംഭവം വളരെ എന്താ പറയുക, പഴയ ഒരു കാലഘട്ടത്തൊക്കെ സ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഏരിയ ആണ്. നമുക്കിതിൻ്റെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 2 റൂം, അത് രണ്ടും AC ആണ്. ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ പുറത്ത് 2 റൂം നോൺ AC ഉണ്ട്. നമ്മൾ ആ നോൺ AC റൂംസ് കാണാനാണ് പോകുന്നത്. അത് കണ്ടതിന് ശേഷം നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. പുറമേ നോക്കുമ്പോൾ കുറേ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകവും കൂടെ ഒന്ന് കാണാം അല്ലേ.
ഇനി നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കോട്ടേജ് ഉണ്ട്. ശരിക്കും ഈ ഏരിയയിൽ വൈകിട്ട് അല്ലെങ്കിൽ സൺസെറ്റിന് ശേഷമൊക്കെ ഒന്ന് ഇരിക്കുക എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കിടിലം വൈബായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ശാന്തമായ സ്ഥലം. ഇതിന്റെ അകവ് കൂടെ ഒന്ന് കണ്ടേക്കാം അല്ലേ. ഇനി നമുക്ക് മുന്നിലേക്ക് പോകാം. ഇവിടെ ഒരു പ്രൊജക്ടർ ഉണ്ട്. ഇവിടെ ലൈവ് പെർഫോമൻസസ്, ക്രിക്കറ്റ് അല്ലെങ്കിൽ മ്യൂസിക്, അങ്ങനെയുള്ള ഈവൻസ് ഒക്കെ രാത്രിയിൽ ഉണ്ടാകും. അത് ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇനി അകത്തേക്ക് കയറാല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ ക്ലിഫിലേക്ക് പോകാം. ക്ലിഫിലെ കാഴ്ചകളൂടെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഹോസ്റ്റൽ. ഞാനൊരു ചെറിയ സെറ്റപ്പേ പ്രതീക്ഷിച്ചുള്ളൂ. ഇത് വളരെ വലിയൊരു സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ റേറ്റ്സ് കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ സ്ക്രോളിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബീച്ച് ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് ഇത് അടിപൊളി ഒരു സ്പേസ് ആയിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് കാര്യം, എല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാനാണ് ശ്രമിക്കാറ്. അപ്പം നമ്മൾ ഇനി ക്ലിഫിലേക്ക് പോവുകയാണ്. ക്ലിഫിലെ കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കുറേ എന്ന് പറഞ്ഞാൽ ക്ലിഫ് മുഴുവൻ കാണിക്കില്ല കേട്ടോ. മുഴുവൻ കാണിക്കുക എന്ന് വെച്ചാൽ അത് ഒരുപാടുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ മേലെ നീണ്ടു കിടക്കുന്ന ഒരു സംഭവമാണ് ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ വഴിയിലോട്ട് വരും. അവിടുന്ന് ലെഫ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോകുമ്പോൾ നമ്മൾ ക്ലിഫിലോട്ടാണ് ചെന്ന് കയറാൻ പോകുന്നത്. പിന്നെ ക്ലിഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസസ്, അതായത് നിങ്ങൾക്ക് വേണ്ട സർവീസസ്, അത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീബ്രാസ് ഹോസ്റ്റലുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതി. അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ ഗൈഡ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിലുള്ള ആയുർവേദിക് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. നമ്മൾ 1-2 വളവ് കൂടെ കഴിഞ്ഞാൽ ഉടനെ ക്ലിഫ് എത്തി. ഇപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ക്ലിഫ് ഇപ്പോൾ ഉറങ്ങുന്ന സമയമായിരിക്കുമെന്ന്. പക്ഷേ ഈ വളവ് തിരിയുമ്പോൾ ആ കാഴ്ചപ്പാട് ഞാൻ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ കാഴ്ചപ്പാട് ഞാൻ മാറ്റി ശരിക്കും അങ്ങോട്ട് നോക്കാം. നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് രാവിലെ ഏകദേശം ഒരു 9-9:30 മണി സമയമായതേ ഉള്ളൂ. അപ്പോഴേ ഒരുപാട് ആൾക്കാർ ഇത്രയും കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല, ജസ്റ്റ് വന്നു പോകാനാണെങ്കിൽ സൺഡേ വന്നാൽ പാർക്കിംഗ് ബുദ്ധിമുട്ടാകും. ഇത്രയും ഏരിയ പാർക്കിംഗ് ഉണ്ടെങ്കിലും ഇവിടെ പാർക്കിംഗ് ഫുള്ളാവാറുണ്ട്. അത്രയ്ക്ക് ആള് വരാറുണ്ട്. വർക്കല ക്ലിഫിൽ നിന്നുകൊണ്ടുള്ള ബീച്ചിന്റെ ഒരു വ്യൂ അത് ഭയങ്കര കിടിലമാണ്. ബീച്ചിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്കൊന്ന് വീക്കെൻഡ് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ആ തിരക്കും കാര്യങ്ങളും ഒക്കെ. ഈ ഒരു ലൊക്കേഷനിൽ അങ്ങ് എൻഡ് വരെ കടകളുണ്ട്.
ഇപ്പൊ രാവിലെ അത് ഓപ്പൺ ആവുമെന്നറിയില്ല. ഇവിടെയാണ് ക്ലിഫിന്റെ ഷോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുദ്ധ ബാർ കഫേ അതാണ് ആദ്യത്തത്. പക്ഷെ ഈ ഏരിയയിൽ രാവിലെ, അതായത് ഈ സമയത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർക്കലയിലെ ആയുർവേദ തിരുമല ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. കാണാൻ മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുഡ്സ് ഓൺ കൺട്രി കിച്ചൺ ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. ആക്ച്വലി നല്ലൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഈ ചെറിയ ഷോപ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഒരു കാര്യം പറയാനുള്ള, ഇതിനൊന്നും ഒരു ഫിക്സഡ് പ്രൈസ് ആയിരിക്കില്ല. ലൈക്ക് ഈ പറയുന്ന സീസൺ ആവുന്ന സമയത്ത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പം നിങ്ങൾ അത് കണക്കാക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അങ്ങറ്റം വരെ ഉണ്ട്. എന്തായാലും ഞാൻ അങ്ങറ്റം വരെ ഇത് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നിങ്ങളൊന്ന് വന്ന് നോക്കുക. വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. രാവിലെ 8:30 മണിക്ക് ബീച്ചിലെ തിരക്ക് കണ്ടോ. ചെരുപ്പ് അന്നേരം ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഞാൻ സാറ്റലൈറ്റ് മേക്കറിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊള്ളായിരിക്കും. ഇവിടെ സർഫിങ്, 2 വീലർ, ബൈക്ക് റെന്റ്, ബൈസിക്കിൾ റെന്റ് ഒക്കെ ഉണ്ട്. ഈ ക്ലിഫിൽ നിന്ന് താഴേക്കുള്ള വഴിയാണ് ബീച്ചിലോട്ടുള്ള വഴി. ഇതുവഴി ഇറങ്ങുന്നത് തന്നെ ഒരു അഡ്വഞ്ചറായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ ചെറിയ സ്റ്റെപ്സ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി ഇതെല്ലാം തിരിച്ചു കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു പേടി. നമ്മള് ബീച്ചിലെത്തി. അതിന്റെ മുകളിലാണ് ക്ലിഫ്. നമ്മൾ അവിടെ നിന്നാണ് തീരെ താഴേക്ക് ഇറങ്ങിയത് ഈ വഴി. ഇല്ലെങ്കിൽ ബീച്ചിൽ പോകാനായിട്ട് അപ്പുറത്തൂടെ വഴിയുണ്ട്. അതായത് നമ്മൾ ക്ലിഫിലോട്ട് തിരിഞ്ഞില്ല, റൈറ്റ് ടേൺ. അതായത് ടേൺ എടുക്കാതെ നേരെ പോയാൽ അപ്പുറത്ത് ബീച്ചിൽ എത്തും. അവിടെ പക്ഷേ പാർക്കിംഗ് സൗകര്യം ഒരു ലേശം കുറവാണ്. ഇവിടെ നമുക്കൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അവിടെയാണെന്ന് തോന്നുന്നു. ഓഫീസിൽ നമുക്ക് അവിടെ പോയത് ചോദിക്കാം. നമ്മളിങ്ങനെ ബീച്ചിലെത്തി. ഈ കടപ്പുറത്തൂടെ നടക്കുന്നത് ഇത്തിരി ടാസ്ക്കാണ്. ഞാൻ നല്ല ക്ഷീണിച്ചു. അതിൻ്റെ കൂടെ നല്ല വെയിലും. ഈ സംഭവമൊക്കെ ഉണ്ട്.
ഇതാണ് ഇവിടുത്തെ റേറ്റുകൾ. 120 രൂപയാണ് ഇവിടെ ഫ്ലോട്ടിംഗ് ലിസ്റ്റിൽ കയറുന്നതിനായിട്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. അവിടുന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവും. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. നമ്മൾ നേരെ കടലിലേക്ക് നടന്നിരിക്കുകയാണ്. ഓൾറെഡി ഇത് ഫ്ലോട്ടിങ്, ഇതിൽ ചവിട്ടാകുമ്പോൾ തന്നെ താഴോട്ട് ഇങ്ങനെ പാളുന്നുണ്ട്. ഫോണെങ്ങാണം വെള്ളത്തിൽ പോകുമെന്നുള്ളതാണ് എൻ്റെ പേടി. സംഭവം കൊള്ളാം. നല്ല രീതിയിൽ ഒരു തിര വരുന്നുണ്ട് ഗൈസ്. എന്റെ ദൈവം, ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അവിടെ വരെ പോകുന്നില്ല. ഒന്നെന്റെ ഫോൺ പോകും. ഇല്ല, ഞാൻ അവിടെ വരെ പോയാൽ റെഡി ആവത്തില്ല. ഓക്കെ, വലിയൊരു തിരമായിരുന്നു. നമുക്ക് തിരിച്ചോടി എസ്കേപ്പ് ആയിട്ട് ഞാൻ അറ്റം വരെ പോയി. കാര്യം നമുക്കൊരു ബാലൻസ് കിട്ടില്ല. ഫോണുമായിട്ട് എന്തായാലും ഫോൺ കയ്യിൽ നിന്ന് വഴുതി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൊള്ളാം, നല്ലൊരു കിടിലം വൈബായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ പോവാണ്. നമ്മൾ തിരിച്ച് ക്ലിഫിലേക്ക് പോവുകയാണ്. കാർ അവിടെയാണല്ലോ പാർക്ക് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇതിൽ നല്ല തിരക്കായിരിക്കും ഈ ബീച്ചിൽ. ഓക്കെ, എന്തായാലും താഴെ വെച്ചായത് കാര്യമായി ഒന്ന് മറിഞ്ഞു വീണതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പെല്ലാം മുകളിലോട്ട് കയറി കാർ പാർക്ക് ചെയ്തെടുത്തെത്തി. ശരിക്കും ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കയറുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടോ, നല്ല പാടല്ല. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി എൻ്റെ കുറച്ച് ജോലികൾ തീർക്കാനുണ്ട്. അതിനുശേഷം ജോലി തീരുന്നത് വൈകിട്ടാണെങ്കിൽ വൈകിട്ടത്തെ ഒരു വ്യൂ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ താഴെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ ക്ലിഫിൻ്റെ വ്യൂ മാത്രം. നമ്മൾ വർക്കലയിലേക്ക് പോവുകയാണ് ക്ലിഫിൽ നിന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വർക്കല ക്ലിഫ് കുറേ കാലമായി കാണിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് അതിന് സാധിച്ചത്. നമ്മുടെ സീബ്ര ഹോസ്റ്റലിനെ നിങ്ങൾ പരിഗണിക്കണം. ഉറപ്പായിട്ടും അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ആംബിയൻസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റാഫൊക്കെ തന്നെ നല്ല ഫ്രണ്ട്ലി ആണ്. ഒരു നല്ല ബഡ്ജറ്റും കംഫോർട്ടും ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള ഒരു ഹോസ്റ്റലാണത്. ഓക്കെ, ഇനി അടുത്ത ഇവിടെ ഹോസ്റ്റൽസും ഈ റിസോർട്ട്സും ചെയ്യാനാണെങ്കിൽ ഒരു 1-2 വർഷം എടുത്താലും തീരില്ല. അത്രയും ഹോം സ്റ്റേസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം. സോ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ, ലവ് യു.